ഇങ്ങനെ അസംഖ്യം വാക്സിനേഷനുകളിലൂടെ ഈ മനുഷ്യരിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാരകമായ രോഗം വിതരണം ചെയ്യുന്ന ഇബ്ലീസിന്റെ ഭരണകൂടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിമാരകമായ വിഷങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റിവിടുകയാണ്. നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദം നബിയെ പഴം തീറ്റിച്ചതും ചങ്ങാതി പണ്ട്. ഇപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇടത്തുകൂടെയും വലത്തുകൂടെയും മുമ്പിലൂടെയും പിന്നിലൂടെയും ഈ ഇബ്ലീസിന്റെ മക്കൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എന്താണ് കഥ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത വാക്സിനേഷനുകളുടെ ദുരന്തം ആ കുട്ടികൾക്ക് എന്തായിരിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്നത് ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം കാഷ്ടിച്ച് വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു എനിക്ക് പോകാൻ കഴിയില്ല. ആ കാഷ്ടത്തെ പോലും പേടിക്കണം. ആ റൈല് പോലും തൗഹീദ് ഉണ്ടാവും. ജിന്നകളെ കൊടുത്തിട്ട് നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ പിശാച്ച് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ താമസിച്ച പിശാച്ച് വന്നിട്ട് സംയോഗം ചെയ്തു പോകുമല്ലോ ഭാര്യമാരെ. ശംസുദ്ദീൻ പാലത്ത് പറയുകയാണ്, മുസ്ലിം സ്ത്രീകൾക്ക് ജിന്നിന്ന് കുട്ടികളും ജനിച്ചുവല്ലോ. അപ്പൊ അവിവാഹിതയായ പെണ്ണുങ്ങളൊക്കെ കഴിച്ചിലാട്ടെ ഗർഭിണിയായാലേ പിശാച്ചെന്ന് ഇതാക്കിയാന്ന് പറഞ്ഞ ആ ജിന്നുകള് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ വരെ ജനിച്ചുണ്ട്. അപ്പൊ പല രൂപത്തിൽ വരികയാണെങ്കിൽ പെണ്ണിന് ഭർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാ? നിങ്ങൾ എന്തിനാ കുതന്ത്രം? കാരണം ഒരു മൗലവിനെ പെണ്ണുങ്ങളെ റൂമിന്ന് പിടികൂടി, പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങളെ റൂമിൽ നിന്നാ പിടികൂടിയത്. എന്നാ മൗലയ്ക്ക് പറയാല്ല, ഞാൻ പിശാചിട്ടുകാട് പെണ്ണുങ്ങളെ റൂമിൽ കൊണ്ടിട്ടതാണെന്ന്. ആർക്കേ തമ്മാടിക്ക് വെച്ചിലായിക്കൂടെ? ഒരു മൗലവി എന്താണ് വീട്ടിൽ കയറിക്കാണ്ട് അവിടെ ശല്യം ഉണ്ടാക്കി. അപ്പം പറയാ അത് ഞാനല്ല, അത് പിശാച്ചാണ്, അത് പിശാച്ചിനെ അവിടെ കൊണ്ടിട്ടതാണ്. ഞാൻ കോളേജിൽ ഇരിക്കുന്നു, പിശാച്ചിനെ താങ്ങി പിടിച്ച ആളില്ലാത്ത സമയത്ത് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടിട്ട് ഓട് കത്തിട്ട് വെട്ടി വണ്ടി ഓടിയെന്ന് പറയാലോ. ഞാൻ എന്നെ തെറ്റില്ല.